ഹായ്, അടുത്ത ടോപ്പിക്കാണ് മാക്സിമ ആൻഡ് മിനിമ ഓഫ് ഫങ്ഷൻസ് ഓഫ് ടു വേരിയബിൾസ്. നമുക്ക് z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നൊരു ഫംഗ്ഷൻ, ഇതിന്റെ മാക്സിമം ആൻഡ് മിനിമ കണ്ടുപിടിച്ച് നോക്കാം. മാക്സിമം എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ വരുന്ന ആ പോയിന്റ് ആണ് മാക്സിമം. മിനിമം എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിമം വാല്യൂ വരുന്ന പോയിന്റ് ആണ് മിനിമം. അപ്പൊ എന്താണ് ഫംഗ്ഷൻ? z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ആണ് ഫംഗ്ഷൻ. ഇവിടെ നമ്മൾ ഡോ z ബൈ ഡോ എക്സ് കണ്ടുപിടിക്കും. അതുപോലെ ഡോ z ബൈ ഡോ വൈ കണ്ടുപിടിക്കും. ഇത് രണ്ടിനും ഈക്വൽ ടു 0 കൊടുത്ത് സോൾവ് ചെയ്യും. എന്താണ്? ഡോ z ബൈ ഡോ എക്സ് കണ്ടുപിടിക്കും, ഡോ z ബൈ ഡോ വൈ കണ്ടുപിടിക്കും. രണ്ടിനും ഈക്വൽ ടു 0 കൊടുക്കും, രണ്ടും കൂടെ സോൾവ് ചെയ്യും. സോൾവ് ദീസ് ടു ഇക്വേഷൻസ്, വി ഗെറ്റ് ദ സ്റ്റേഷനറി പോയിന്റ്സ്. ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറെ പോയിന്റ്സ് കിട്ടാം. ആ പോയിന്റ്സിന്റെ പേരാണ് സ്റ്റേഷനറി പോയിന്റ്സ്. അടുത്ത് ചെയ്യുന്നത് ആർ എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ ആണ്. ഈ ഡോ ഇസഡ് ബൈ ഡോ എക്സിന് എഗെയിൻ പാർഷ്യലി ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ദാറ്റ് ഈസ് ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ. അതാണ് ആർ. എസ് എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് ഡോ വൈ. ടി കണ്ടുപിടിക്കും. ടി എന്താണ്? ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ വൈ സ്ക്വയർ. ഇത്രയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ആർ ടി മൈനസ് എസ് സ്ക്വയർ കണ്ടുപിടിക്കും. ആർ ടി മൈനസ് എസ് സ്ക്വയർ, ആറും ടിയും കൂടെ ഇൻറ്റു ചെയ്തിട്ട് മൈനസ് എസ് സ്ക്വയർ. ഈ വാല്യൂ എന്താണെന്ന് നോക്കും. ഇവിടെ കുറെ സ്റ്റേഷനറി പോയിന്റ്സ് കിട്ടുമല്ലോ. സ്റ്റേഷനറി പോയിന്റ്സ് കുറെ കിട്ടും. ആ ഓരോ പോയിന്റ്സ് ആയിട്ട് ഇട്ടുകൊടുത്ത് നോക്കുക. ഈ ആർ ടി മൈനസ് എസ് സ്ക്വയർ ഈക്വൽ ടു 0 ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഇത് വെച്ച് മാക്സിമം ആണോ മിനിമം ആണോ എന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കനോട്ട് ബി ഡിറ്റർമിൻഡ്. ആർ ടി മൈനസ് എസ് സ്ക്വയർ ഈക്വൽ ടു 0 ആണെങ്കിൽ കനോട്ട് ബി ഡിറ്റർമിൻഡ്. ഈ ആർ ത്രീ മൈനസ് എസ് സ്ക്വയർ നെഗറ്റീവ് ആണെങ്കിൽ, ലെസ് ദാൻ 0 ആണെങ്കിൽ ആ പോയിന്റ് x0 y0 നമുക്ക് സാഡിൽ പോയിന്റ് എന്ന് പറയാം. ഈ പോയിന്റ് x0 y0 ഈ സാഡിൽ പോയിന്റ്, അത് മാക്സിമയും അല്ല മിനിമയും അല്ല, ഒരു സാഡിൽ പോയിന്റ് ആണ്. അപ്പൊ ആർ ടി മൈനസ് എസ് സ്ക്വയർ ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് അത് വെച്ച് മാക്സിമം ആണോ മിനിമം ആണോ ഒന്നും പ്രൊഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഈ ടെസ്റ്റ് ഫെയിൽ ആവുന്നതാണ്. ആർ ടി മൈനസ് എസ് സ്ക്വയർ ലെസ് ദാൻ 0, അതായത് നെഗറ്റീവ് ആണെങ്കിൽ ആ പോയിന്റ് x0 y0 എന്ത് പോയിന്റ് ആണ്? സാഡിൽ പോയിന്റ് ആണ്. ഇനി ഒരു ചാൻസ് ഉണ്ടല്ലോ. എന്താണ്? ആർ ടി മൈനസ് എസ് സ്ക്വയർ പോസിറ്റീവ് വരാം, അതായത് ആർ ടി മൈനസ് എസ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 വരാം. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് എന്താണ്? ഈ പോയിന്റ് x0 y0 എന്തോ ഒരു പോയിന്റ് ആണ്, ഒന്നുകിൽ മാക്സിമം ആണ് അല്ലെങ്കിൽ മിനിമയാണ്. അതെങ്ങനെയാണ് നോക്കാം? അങ്ങനെയാണെങ്കിൽ ആറും കൂടെ ചെക്ക് ചെയ്ത് നോക്കും. ആർ എന്താണ്? ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ ആർ. ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കും. ഇത് നെഗറ്റീവ് ആണെങ്കിൽ, അതായത് ലെസ് ദാൻ 0 ആണെങ്കിൽ ഈ പോയിന്റ് മാക്സിമം പോയിന്റ് ആണ്. ദി പോയിന്റ് x0 y0 ഈസ് മാക്സിമം പോയിന്റ്. ഈ ആർ ടി മൈനസ് എസ് സ്ക്വയർ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ആറ് ചെക്ക് ചെയ്ത് നോക്കും. ആറ് നെഗറ്റീവ് ആണെങ്കിൽ ഈ പോയിന്റ് x0 y0 മാക്സിമം പോയിന്റ് ആണ്. അതേപോലെ ആർ ടി മൈനസ് എസ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 പോസിറ്റീവ് ആണ്, ആറും പോസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് പോയിന്റ് x0 y0 ഈസ് മിനിമം പോയിന്റ്. ഇത്രയാണ് ഇതിന്റെ ബേസ് ആയിട്ട് പറയാനുള്ളത്. അപ്പൊ ഈ മെത്തേഡ് ഫോളോ ചെയ്ത് നമുക്ക് കുറെ പ്രോബ്ലം ചെയ്യാം. ഇത് ഈ മോഡ്യൂളിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ടോപ്പിക്കാണ്. ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ട് കിട്ടുന്നതാണ്. ഈ ടോപ്പിക്കിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ലൊക്കേറ്റ് റിലേറ്റീവ് എക്സ്ട്രീമ ആൻഡ് സാഡിൽ പോയിന്റ്സ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 3x സ്ക്വയർ മൈനസ് 2xy പ്ലസ് y സ്ക്വയർ മൈനസ് 8y. ഇത് KTന്റെ 2 തവണ ചോദിച്ചിട്ടുണ്ട്. റിലേറ്റീവ് എക്സ്ട്രീമ എന്ന് പറയുമ്പോൾ എന്താണ്? മാക്സിമ ആൻഡ് മിനിമ രണ്ടുമാണ് റിലേറ്റീവ് എക്സ്ട്രീമ എന്ന് പറയുമ്പോഴത്തേക്ക്. അതേപോലെ സാഡിൽ പോയിന്റ് ഉണ്ടെങ്കിൽ അതും കാണുക എന്നാണ്.
അപ്പൊ തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്? അത് നമുക്ക് യു എന്ന് പേര് കൊടുക്കാം. തന്നിട്ടുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ആണ്. അതിന് യു എന്ന് പേര് കൊടുക്കാം. യു ഈക്വൽ ടു എന്താണ്? 3x² മൈനസ് 2xy പ്ലസ് y² മൈനസ് 8y. ഇനി എന്താണ്? ഇവിടെ നിന്ന് ഡോ യു ബൈ ഡോ എക്സ് കാണാം. എന്താണ് ഡോ യു ബൈ ഡോ എക്സ്? വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡെറിവേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 6x വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പം y ഈസ് ടേക്കൺ ആസ് കോൺസ്റ്റന്റ്. 2xy എന്ത് വരും? 2y. ഇതല്ലേ ഉള്ളൂ. ഡോ യു ബൈ ഡോ വൈ ചെയ്ത് നോക്കാം. ഡോ യു ബൈ ഡോ വൈ എന്താണ്? വിത്ത് റെസ്പെക്ട് ടു y പാർഷ്യലി ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോഴത്തേക്ക് 3x² 0 ആണ്. മൈനസ് 2xyക്ക് മൈനസ് 2x, y² 2y, മൈനസ് 8yക്ക് മൈനസ് 8. അപ്പൊ എന്തൊക്കെ കിട്ടി? ഡോ യു ബൈ ഡോ എക്സും ഡോ യു ബൈ ഡോ വൈയും കിട്ടി. ഇനി എന്ത് ചെയ്യാം? ഇത് രണ്ടിനും നമുക്ക് 0 എന്ന് കൊടുക്കാം. ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു 0 ആൻഡ് ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു 0. ഇത് രണ്ടും 0 എന്ന് കൊടുക്കുമ്പോഴത്തേക്ക് എന്താണ് കിട്ടുന്നത്? 6x മൈനസ് 2y ഈക്വൽ ടു 0 എന്നും മൈനസ് 2x പ്ലസ് 2y മൈനസ് 8 എന്നും കിട്ടും. ഈക്വൽ ടു 0 അല്ലേ? ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്താണ് എക്സും വൈയും കണ്ടുപിടിക്കേണ്ടത്. എക്സും വൈയും കണ്ടുപിടിക്കും. ഇവിടെ എന്താണ്? മൈനസ് 2x പ്ലസ് 2y ഈക്വൽ ടു 8 എന്ന് എഴുതാം. ഒരു 2 മൊത്തം വെട്ടിക്കളയാമല്ലോ. അപ്പൊ എന്താണ്? മൈനസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 4 എന്ന് കിട്ടും. അതുപോലെ ഇതെന്താണ്? ഇതൊന്ന് 2 വെട്ടിക്കളയാം. അപ്പൊ 3x മൈനസ് വൈ ഈക്വൽ ടു 0 അല്ലേ? അപ്പൊ y ഈക്വൽ ടു 3x അല്ലേ? അതെടുത്ത് ഇവിടെ വൈക്ക് പകരം കൊടുക്കാം. അപ്പൊ എന്ത് വരും? മൈനസ് എക്സ് പ്ലസ് വൈക്ക് പകരം 3x ഈക്വൽ ടു 4 എന്ന് കിട്ടും. അപ്പൊ 2x ആണ് 4. അപ്പൊ x എന്ത് വരും? 2 എന്ന് കിട്ടും. x 2 ആണെങ്കിൽ y എത്രയാണ്? 6 ആണ്. അപ്പൊ ആ പോയിന്റ് എന്താണ്? 2 6 ആണ്. നമുക്ക് സോൾവ് ചെയ്തപ്പോൾ ഒറ്റ പോയിന്റേ കിട്ടിയുള്ളൂ, 2 6. കുറെ പോയിന്റ്സ് ഒന്നും കിട്ടിയില്ല. നമുക്ക് സോൾവ് ചെയ്തപ്പോൾ 2 6 എന്ന ഒറ്റ പോയിന്റേ കിട്ടിയുള്ളൂ. അപ്പൊ എന്താണ് ചെയ്തത്? തന്നിട്ടുള്ള ഫംഗ്ഷന് നമ്മൾ യു എന്ന് പേര് കൊടുത്തു. ഡോ യു ബൈ ഡോ എക്സും ഡോ യു ബൈ ഡോ വൈയും കണ്ടുപിടിച്ചു. രണ്ടിനും ഈക്വൽ ടു 0 എന്ന് പുട്ട് ചെയ്തു. എന്നിട്ട് ആ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു പോയിന്റ് കിട്ടി 2 6. ആദ്യം എക്സ് കിട്ടി. ആ എക്സിന്റെ കാര്യം ഇവിടെ കൊടുത്തപ്പോൾ വൈയും കിട്ടി. അപ്പൊ 2 6 ആണ് ഒരു പോയിന്റ്. ഇനി ഈ പോയിന്റ് എന്താണെന്ന് നോക്കണം. ഈ പോയിന്റ് എന്താണെന്ന് എങ്ങനെ നോക്കും? നമുക്കിനി അടുത്ത RT മൈനസ് s² കണ്ടുപിടിക്കണം. അതിനായിട്ട് R വേണം, T വേണം, S വേണം. അപ്പൊ ഈ പോയിന്റ് എന്താണ്? 2 6 ആണ് പോയിന്റ്. അപ്പൊ അത് സ്റ്റേഷനറി പോയിന്റ് ആണ്. സ്റ്റേഷനറി പോയിന്റ് ആണ്. ഒരു സ്റ്റേഷനറി പോയിന്റ് കിട്ടിയുള്ളൂ, 2 6. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? R എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ യു ബൈ ഡോ x² ആണ്. എന്താണ് ഡോ സ്ക്വയർ യു ബൈ ഡോ x²? ഡോ യു ബൈ ഡോ എക്സിന് എഗെയിൻ പാർഷ്യലി ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ എന്ത് വരും? 6x 6, 2y എക്സ് ഇല്ലാത്തതുകൊണ്ട് 0. അപ്പൊ R 6 ആണ്. എസ് എന്താണ്? ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ ആണ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്തതിന് ഒരിക്കൽ കൂടെ വൈക്ക് ചെയ്യണം. അപ്പൊ എന്ത് വരും? 6x 0 മൈനസ് 2yക്ക് മൈനസ് 2. അടുത്ത് ടി ചെയ്യണം. അടുത്ത് ടി ചെയ്ത് നോക്കണം. ടി എന്താണ്? ഡോ സ്ക്വയർ യു ബൈ ഡോ y² ആണ്. അതായത് ഡോ യു ബൈ ഡോ വൈന് ഒരിക്കൽ കൂടെ വിത്ത് റെസ്പെക്ട് വൈക്ക് ചെയ്ത് നോക്കുമ്പോൾ എന്ത് വരും? മൈനസ് 2x 0 ആണ്. മൈനസ് 8 0. 2yക്ക് ഒരു 2 എന്ന് കിട്ടും. ഇനി എന്താണ് വേണ്ടത്? RT മൈനസ് s² നോക്കണം. RT മൈനസ് s². RT മൈനസ് s² എന്താണ്? ആറും ടിയും കൂടെ ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്ക് 12 മൈനസ് 2ന്റെ സ്ക്വയർ ആണ്. അതായത് 12 മൈനസ് 4 ആണ്, 8 ആണ്. അത് ഗ്രേറ്റർ ദാൻ 0 ആണ്. നമുക്ക് ഈ പോയിന്റ് കൊടുക്കേണ്ടി വന്നില്ല. അല്ലാതെ തന്നെ എന്ത് കിട്ടി? സോൾവ് ചെയ്തപ്പോൾ ആകെ ഒരു പോയിന്റേ കിട്ടിയുള്ളൂ. ആ പോയിന്റ് കൊടുക്കുന്നുമ്പോ തന്നെ RT മൈനസ് s² നമുക്ക് പോസിറ്റീവ് ആണെന്ന് കിട്ടി. ഇനി എന്താണ്? ആറിന്റെ കാര്യം നോക്കി നോക്കാം. R എന്താണ്? RT മൈനസ് s² ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഈ പോയിന്റ് എന്തോ ഒരു മാക്സിമം അല്ലെങ്കിൽ മിനിമം ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പൊ R ചെക്ക് ചെയ്ത് നോക്കാം. R എന്താണ്? 6 ആണ്. 6 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്. അപ്പൊ എന്താണ് ഈ പോയിന്റ്? ഈ 2 6 എന്നുള്ള പോയിന്റ് എന്താണ്? RT മൈനസ് s² ഗ്രേറ്റർ ദാൻ 0 ആണ്. ആറും ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ ആ പോയിന്റ് 2 6 ഈസ് എ മിനിമം പോയിന്റ്. 2 6 ഈസ് എ മിനിമം പോയിന്റ്. അപ്പൊ ഇതിന്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, next question is locate all relative extrema and saddle points of
എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 4xy മൈനസ് എക്സ് റൈസ് ടു 4 മൈനസ് വൈ റൈസ് ടു 4. ഇതും ഒരു KTU ക്വസ്റ്റൻ ആണ്. ആദ്യം എന്ത് ചെയ്യാം, ആ എഫ് ഓഫ് എക്സ് വൈ നമുക്ക് യു എന്ന് പേര് കൊടുക്കാം. യു എന്താണ്? 4xy മൈനസ് എക്സ് റൈസ് ടു 4 മൈനസ് വൈ റൈസ് ടു 4. അതെന്താണ്? ഡോ യു ബൈ ഡോ എക്സ് കാണാം. ഡോ യു ബൈ ഡോ എക്സ് എന്താണ്? വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യലി ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്ക് 4y എക്സ് റൈസ് ടു 4ന് 4x ക്യൂബ് വൈ റൈസ് ടു 4ന് 0. ഡോ യു ബൈ ഡോ വൈ ചെയ്ത് നോക്കാം. ഡോ യു ബൈ ഡോ വൈ എന്താണ്? 4xyന് 4x മൈനസ് വൈ റൈസ് ടു 4ന് 4y ക്യൂബ്. അടുത്ത് എന്ത് ചെയ്യണം? ഇത് രണ്ടും 0 കൊടുക്കാം. ഡോ യു ബൈ ഡോ എക്സിന് 0 കൊടുക്കണം, ഡോ യു ബൈ ഡോ വൈക്കും 0 കൊടുക്കണം. അപ്പൊ എന്ത് കിട്ടും? 4y മൈനസ് 4x ക്യൂബ് ഈക്വൽ ടു 0. 4 വെട്ടിക്കളയുമ്പോഴത്തേക്ക് y മൈനസ് എക്സ് ക്യൂബ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതായത് y ഈക്വൽ ടു എക്സ് ക്യൂബ് ആണ്. ഇവിടെ എന്താണ്? ഡോ യു ബൈ ഡോ വൈ 0 കൊടുക്കുമ്പോഴേ 4x മൈനസ് 4y ക്യൂബ് 0 ആണ്. അതായത് x മൈനസ് വൈ ക്യൂബ് ഈക്വൽ ടു 0. അപ്പൊ x ഈക്വൽ ടു വൈ ക്യൂബ്. അപ്പൊ എന്താണ് കിട്ടി? y ഈക്വൽ ടു എക്സ് ക്യൂബ് എന്നും x ഈക്വൽ ടു വൈ ക്യൂബ് എന്നും കിട്ടി. ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ ആ പോയിന്റ്സ് കണ്ടുപിടിക്കുന്നത്. y ഈക്വൽ ടു എക്സ് ക്യൂബ് അല്ലേ? അപ്പൊ x ഈക്വൽ ടു എന്താണ്? yക്ക് പകരം എക്സ് ക്യൂബ് ദ ഹോൾ ക്യൂബ്. അപ്പൊ എന്ത് വരും? x ഈക്വൽ ടു എക്സ് റൈസ് ടു 9 എന്നല്ലേ കിട്ടുന്നത്. ഇതെങ്ങനെ സോൾവ് ചെയ്യും? രണ്ടും ഒരു സൈഡ് ആക്കുമ്പോഴത്തേക്ക് x മൈനസ് എക്സ് റൈസ് ടു 9 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇത് രണ്ടും ഒരു സൈഡ് ആക്കുമ്പോഴേ x മൈനസ് എക്സ് റൈസ് ടു 9 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പൊ എന്താണ്? ഒരു x വെളിയിൽ എടുക്കുമ്പോഴത്തേക്ക് 1 മൈനസ് എക്സ് റൈസ് ടു 8 ഈക്വൽ ടു 0 എന്നാണ്. അപ്പൊ എന്തൊക്കെയാണ് പോയിന്റ്സ് കിട്ടുന്നത്? x ഈക്വൽ ടു 0 വരും, അതേപോലെ 1 മൈനസ് എക്സ് റൈസ് ടു 8 ഈക്വൽ ടു 0യും വരാം അല്ലേ? ഇത് 0 ആണെങ്കിൽ x 0 വരാം, അതേപോലെ 1 മൈനസ് എക്സ് റൈസ് ടു 8 0 വരാം. അതിന്റെ അർത്ഥം എന്താണ്? എക്സ് റൈസ് ടു 8 ഈക്വൽ ടു 1 എന്നാണ്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂസ് എന്തൊക്കെ വരാം? പ്ലസ് ഒന്നോ മൈനസ് ഒന്നോ വരാം, പ്ലസ് ഓർ മൈനസ് 1. എക്സ് റൈസ് ടു 8 ഈക്വൽ ടു 1 ആണെങ്കിൽ എക്സ് എന്താണ്? പ്ലസ് അല്ലെങ്കിൽ മൈനസ് 1 ആണ് വരുന്നത് റൂട്ട്. പ്ലസ് ഐയും മൈനസ് ഐയും ഒക്കെ വരും. നമുക്ക് കോംപ്ലക്സ് റൂട്ട്സ് ഒന്നും വേണ്ട. പ്ലസ് ഐയും മൈനസ് ഐയും ഒക്കെ റൂട്ടായിട്ട് വരുന്നതാണ്, പക്ഷെ അതൊന്നും വേണ്ട. നമുക്ക് റിയൽ റൂട്ട്സ് മാത്രം മതി. റിയൽ റൂട്ട്സ് എന്തൊക്കെയാണ്? എക്സിന് 0യും 1ഉം മൈനസ് 1ഉം. അങ്ങനെയാണെങ്കിൽ y എന്താണ്? y എന്ന് പറഞ്ഞാൽ എക്സിന്റെ ക്യൂബ് അല്ലേ? അപ്പൊ 0 ആണെങ്കിൽ എക്സ് ക്യൂബ് 0, 1 ആണെങ്കിൽ എക്സ് ക്യൂബ് 1, മൈനസ് 1 ആണെങ്കിൽ മൈനസ് 1 വരും. അപ്പൊ എന്തൊക്കെയാണ് പോയിന്റ്സ്? 0 0 1 1 മൈനസ് 1 മൈനസ് 1. ഇത് മൂന്നുമാണ് പോയിന്റ്സ്. വേറെയും പോയിന്റ്സ് വരുന്നുണ്ട്. ബാക്കി പോയിന്റ്സ് എന്താണ്? ഇമാജിനറി റൂട്ട്സ് ആണ്. അതൊന്നും വേണ്ട, നമുക്ക് റിയൽ റൂട്ട്സ് മാത്രം മതി. അപ്പൊ റിയൽ റൂട്ട്സ് ആയിട്ടുള്ള 3 വരും. 0 0 1 1 മൈനസ് 1 മൈനസ് 1. അപ്പൊ ഇതൊക്കെ എന്താണ്? സ്റ്റേഷനറി പോയിന്റ്സ് ആണ് കിട്ടിയത്. വി ഗെറ്റ് ദ സ്റ്റേഷനറി പോയിന്റ്സ്. ഇനി എന്ത് ചെയ്യും? ആറും എസും ടിയും ഒക്കെ കണ്ടുപിടിക്കണം. എന്താണ് ആർ എന്ന് പറയുന്നത്? ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ആണ്. അപ്പൊ എന്ത് വരും? ഇതിന് അഗൈൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്ക് മൈനസ് 12x സ്ക്വയർ. ടി എന്താണ്? എസ് എന്താണ്? ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ ഡോ എക്സ് ഡോ വൈ ആണ്. അതെന്ത് വരും? ഡോ എക്സ് ഡോ വൈ ഡോ യു ബൈ ഡോ എക്സിന് ഒരിക്കൽ കൂടെ വൈക്ക്, അപ്പൊ അത് 4 ആണ്. ടി എന്താണ്? ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ആണ്. ഡോ യു ബൈ ഡോ വൈന് ഒരിക്കൽ കൂടെ വൈക്ക് ചെയ്യുമ്പോഴത്തേക്ക് 4xന് 0 മൈനസ് 4y ക്യൂബിന് മൈനസ് 12y സ്ക്വയറിന് കിട്ടും. ഇനി എന്താണ്? ആർ ടി മൈനസ് എസ് സ്ക്വയർ നോക്കും. ആർ ടി മൈനസ് എസ് സ്ക്വയർ എന്താണ്? ആറും ടിയും കൂടെ ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്ക് 144x സ്ക്വയർ വൈ സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ 16. ഇതല്ലേ കിട്ടുന്നത്? ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്ക് 144x സ്ക്വയർ വൈ സ്ക്വയർ മൈനസ് 4ന്റെ സ്ക്വയർ 16. ഇത് ഇനി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കാം. എന്ത് ചെയ്യാം? ഓരോ പോയിന്റ്സ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. പുട്ട് 0 0. ആദ്യത്തെ പോയിന്റ് 0 0 അറ്റ നോക്കാം. അപ്പോൾ ഈ ആർ ടി മൈനസ് എസ് സ്ക്വയർ എന്താണ്?
നമ്മളെ 0 0 എന്നുള്ള പോയിന്റിൽ ഈ RP മൈനസ് എൽ സ്ക്വയർ എന്താണ്? 0 0 ഇല്ല. അപ്പൊ -16 നെഗറ്റീവ് ആണ്. അപ്പൊ ഈ പോയിന്റ് എന്താണ്? 0 0 ഈസ് എ സാഡിൽ പോയിന്റ്. 0 0 ഈസ് എ സാഡിൽ പോയിന്റ്. മാക്സിമം അല്ല, മിനിമം അല്ല, അതൊരു സാഡിൽ പോയിന്റ് ആണ്. അടുത്ത പോയിന്റ് കൊടുത്തു നോക്കാം. 1 1 അറ്റ് 1 1 എന്താണ്? RP മൈനസ് എൽ സ്ക്വയർ. എക്സിനും വൈക്കും 1 ആണ്. 144 മൈനസ് 16 പോസിറ്റീവ് വാല്യൂ ആണ് അല്ലേ? പോസിറ്റീവ് വാല്യൂ ആണ്. പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ ഈ പോയിന്റ് എന്തോന്നോ ഒരു പോയിന്റ് ആണ്. മാക്സിമം അല്ലെങ്കിൽ മിനിമം എന്തോ ആണ്. അടുത്ത എന്തോ നോക്കാം? R ചെക്ക് ചെയ്ത് നോക്കാം. R എത്രയാണ്? -12 x സ്ക്വയർ ആണ്. R എന്ന് പറഞ്ഞാൽ -12 x സ്ക്വയർ ആണ്. x 1 അല്ലേ? അപ്പൊ R ഈക്വൽ ടു -12 അല്ലേ? അതായത് നെഗറ്റീവ്. അപ്പൊ ഈ പോയിന്റ് എന്താണ്? 1 1 ഈസ് എ, ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവ് വരുമ്പോൾ ആ പോയിന്റ് എന്താണ്? മാക്സിമം പോയിന്റ്. 1 1 ഈസ് എ മാക്സിമം പോയിന്റ്. അപ്പൊ ഈ 1 1 എന്ന് പറയുന്നത് ഒരു മാക്സിമം പോയിന്റ് ആണ്. ഇനി അടുത്ത പോയിന്റ് കൊടുത്തു നോക്കാം. അറ്റ് -1 -1 കൊടുക്കുമ്പോൾ എന്താണ്? RP മൈനസ് എൽ സ്ക്വയർ. എക്സിനും വൈക്കും -1 കൊടുക്കുമ്പോഴും 144 മൈനസ് 16 തന്നെയാണ് ഗ്രേറ്റർ ദാൻ 0 പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ R നോക്കും. R എന്താണ്? -12 x സ്ക്വയർ അല്ലേ? നമ്മൾ എക്സിന് കൊടുക്കുന്നത് -1 ആണ്. അപ്പൊ എന്ത് വരും? -12 -1 സ്ക്വയർ. -12 തന്നെയാണ് നെഗറ്റീവ്. അപ്പൊ എന്താണ്? പോയിന്റ് -1 ഈസ് എ ആൾസോ എ മാക്സിമം പോയിന്റ്. -1 ഈസ് എ മാക്സിമം പോയിന്റ്. അപ്പൊ ഇതിന്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇനി മാക്സിമം വാല്യൂ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുമായിരുന്നു? മാക്സിമം വാല്യൂ കാണാൻ പറഞ്ഞിരുന്നുവെങ്കിൽ നമ്മുടെ ഈ ഫംഗ്ഷനകത്ത് ആ മാക്സിമം പോയിന്റ്സ് ആയ 1 1 -1 കൊടുക്കുമ്പോൾ കിട്ടുന്ന ആ വാല്യൂ ആണ് ഇതിനകത്ത് കിട്ടാൻ പറ്റിയ മാക്സിമം വാല്യൂ. അങ്ങനെ കൂടെ കണ്ടുപിടിക്കാം. അപ്പൊ ഇതിന്റെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് locate all relative maxima, relative minima and saddle points of the function f of xy equal to xy into a minus x minus y. ഇവിടെയും നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഈ ഫംഗ്ഷന് u എന്ന് പേര് കൊടുക്കാം. എഫ് തന്നെ ചെയ്താലും മതി. എഫ് ചെയ്താൽ എന്ത് ചെയ്താൽ മതി? ഡോ എഫ് ബൈ ഡോ എക്സ്, ഡോ എഫ് ബൈ ഡോ വൈ അങ്ങനെ ചെയ്താലും മതി. അപ്പൊ u എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ u ഈക്വൽ ടു xy into a minus x minus y. ഇനി എന്ത് ചെയ്യണം? ഈ ബ്രാക്കറ്റ് ഒന്ന് മാറ്റണം. u ഈക്വൽ ടു ബ്രാക്കറ്റ് മാറ്റുമ്പോൾ എന്ത് വരും? aXy മൈനസ് x സ്ക്വയർ y മൈനസ് xy സ്ക്വയർ. ഇനി എന്താണ്? ഡോ യു ബൈ ഡോ എക്സ് കാണാം. ഡോ യു ബൈ ഡോ എക്സ് എന്ത് വരും? വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ay മൈനസ് x സ്ക്വയർ വൈക്ക് എന്താണ്? വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് 2xy. xy സ്ക്വയർ എന്താണ്? മൈനസ് y സ്ക്വയർ എന്ന് വരും. ഇനി എന്താണ്? ഡോ യു ബൈ ഡോ വൈ ചെയ്ത് നോക്കാം. ഡോ യു ബൈ ഡോ വൈ എന്താണ്? വിത്ത് റെസ്പെക്ട് വൈക്ക് എടുക്കുമ്പോഴത്തേക്ക് aXyക്ക് വൈക്ക് എടുക്കുമ്പോഴത്തേക്ക് ഡോ യു ബൈ ഡോ വൈ ചെയ്ത് നോക്കാം. ഡോ യു ബൈ ഡോ വൈ എന്താണ്? വിത്ത് റെസ്പെക്ട് വൈ ആണ് ax മൈനസ് x സ്ക്വയർ വൈക്ക് x സ്ക്വയർ മൈനസ് xy സ്ക്വയറിന് 2xy. അപ്പൊ എന്ത് ചെയ്തു? തന്നിരിക്കുന്ന ഫംഗ്ഷന് u എന്ന് പേര് കൊടുത്തു. ഡോ യു ബൈ ഡോ എക്സും ഡോ യു ബൈ ഡോ വൈയും കണ്ടുപിടിച്ചു. ഇനി എന്താണ്? രണ്ടിനും 0 കൊടുക്കുക. പുട്ട് ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു 0 ആൻഡ് ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു 0. അപ്പൊ എന്ത് കിട്ടും? ay മൈനസ് 2xy മൈനസ് y സ്ക്വയർ ഈക്വൽ ടു 0യും ax മൈനസ് x സ്ക്വയർ മൈനസ് 2xy ഈക്വൽ ടു 0 എന്നും കിട്ടി. ഇവിടെ നിന്നൊരു y വെളിയിലെടുക്കാം. y ഇൻറ്റു a മൈനസ് 2x മൈനസ് y ഈക്വൽ ടു 0. ഇവിടെ നിന്നൊരു എക്സിന് വെളിയിലെടുക്കാം. x ഇൻറ്റു a മൈനസ് x മൈനസ് 2y ഈക്വൽ ടു 0. ഇവിടെ നിന്നൊരു y വെളിയിലാക്കി, അവിടെ നിന്നൊരു x വെളിയിലാക്കി. ഇനി എന്താണ്? ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യണം. അതായത് x ഇൻറ്റു a മൈനസ് x മൈനസ് 2y ഈക്വൽ ടു 0 ഒരു ഇക്വേഷൻ. അടുത്ത എന്താണ്?
y ഇൻറ്റു എ മൈനസ് 2x മൈനസ് y ഈക്വൽ ടു 0. ഇത് രണ്ടും കൂടെയാണ് സോൾവ് ചെയ്യേണ്ടത്. ഇത് രണ്ടും കൂടെ എങ്ങനെ സോൾവ് ചെയ്യും? ഒരു പോയിന്റ് 0 0 വരാം, അതായത് എക്സിന് 0 വൈക്ക് 0 വരാം. അപ്പൊ 0 0 ഒരു പോയിന്റ് ആണ്. 0 0 ഈസ് എ പോയിന്റ് അല്ലേ? അതായത് എക്സിനും വൈക്കും 0 വരാം. അടുത്ത ചാൻസ് എന്താണ്? എക്സിന് 0യും ഇതിന് 0യും വരാമല്ലോ. എക്സിന് 0, എ മൈനസ് 2x മൈനസ് y 0 വരാം അല്ലേ? അപ്പൊ എക്സിന് 0 ആണ്. അപ്പൊ എ ഈക്വൽ ടു വൈ എന്ന് കിട്ടും. അപ്പൊ ആ പോയിന്റ് എന്താണ്? 0a ഒരു പോയിന്റ് ആണ്. 0a ഈസ് എ പോയിന്റ്. അടുത്ത ചാൻസ് എന്താണ്? വൈക്ക് 0യും എ മൈനസ് എക്സ് മൈനസ് 2y 0യും വരാം. വൈക്ക് 0യും എ മൈനസ് എക്സ് മൈനസ് 2y 0 വരാം. y 0 അല്ലേ? അപ്പൊ എ ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. അപ്പൊ ആ പോയിന്റ് എന്താണ്? a0 ഒരു പോയിന്റ് ആണ്. ഇനി അടുത്ത ചാൻസ് എന്താണ്? ഇത് രണ്ടും 0 വരാം. ഇത് രണ്ടും കൂടെ 0 വന്നൂടെ? അതായത് എ മൈനസ് എക്സ് മൈനസ് 2y ഈക്വൽ 0യും എ മൈനസ് 2x മൈനസ് y 0യും വരാം. അത് രണ്ടും കൂടെ സോൾവ് ചെയ്തേ. ഇതെന്താണ്? എക്സ് പ്ലസ് 2y ഈക്വൽ ടു എ എന്നാണ്. ഇതെന്താണ്? 2x പ്ലസ് y ഈക്വൽ ടു എ എന്നാണ്. രണ്ടും കൂടെ എങ്ങനെ സോൾവ് ചെയ്യും? നമുക്ക് ഇക്വേഷൻ നമ്പർ 1നെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക്, ഇതിനെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അതെന്താവും? 2x പ്ലസ് 4y ഈക്വൽ ടു 2a എന്ന് കിട്ടും. കണ്ടോ? ഈ ഇക്വേഷൻ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 2x പ്ലസ് 4y ഈക്വൽ ടു 2a എന്ന് കിട്ടും. ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യാം. ഒന്ന് മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ നിന്ന് അങ്ങോട്ട് മൈനസ് ചെയ്യാം. അപ്പൊ 3y ഈക്വൽ ടു a എന്ന് കിട്ടും. അപ്പൊ a എന്താണ്? അല്ല, y എന്താണ്? a/3. y a/3 കിട്ടി. അങ്ങനെയാണെങ്കിൽ x എന്താണ്? x ഇവിടെ കൊടുത്താൽ മതി. അതായത് a മൈനസ് 2x മൈനസ് y ഈക്വൽ ടു 0 ആണ്. a മൈനസ് 2x മൈനസ് yക്ക് പകരം a/3 ഈക്വൽ ടു 0. അതായത് a മൈനസ് a/3 ഈക്വൽ ടു 2x ആണ്. a മൈനസ് a/3 എന്താണ്? 2a/3 ഈക്വൽ ടു 2x ആണ്. അപ്പൊ x ഈക്വൽ ടു a/3 തന്നെയാണ്. അപ്പൊ അടുത്ത പോയിന്റ് എന്താണ്? a/3 ഈസ് എ പോയിന്റ്. അപ്പൊ നമുക്കിവിടെ 4 പോയിന്റ്സ് കിട്ടി. എന്തൊക്കെയാണ്? 0 0, a0, 0a ആൻഡ് a/3. 4 പോയിന്റ്സ് കിട്ടി. ഈ 4 നമ്മുടെ സ്റ്റേഷനറി പോയിന്റ്സ്. ഇനി അടുത്തെന്താണ് കണ്ടുപിടിക്കേണ്ടത്? അപ്പൊ 4 പോയിന്റ്സ് ആണ് കിട്ടിയത്. 0 0, a0, 0a, a/3. ഇനി എന്താണ്? നമുക്ക് ആറും എസും ടി ഒക്കെ കണ്ടുപിടിക്കണം. ആറ് എങ്ങനെ കണ്ടുപിടിക്കും? അത് യു ആണ്. ഇപ്പൊ മാറ്റി കളഞ്ഞു. യു എന്ന് പറയുന്നത് xy ഇൻറ്റു എ മൈനസ് എക്സ് മൈനസ് വൈ ആണ്. ഇത് ബ്രാക്കറ്റ് മാറ്റുമ്പോഴത്തേക്ക് എ എക്സ് വൈ മൈനസ് എക്സ് സ്ക്വയർ വൈ മൈനസ് എക്സ് വൈ സ്ക്വയർ ആണ്. ഡോ യു ബൈ ഡോ എക്സ് എന്താണ്? ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ മാറ്റി കളഞ്ഞു. ഡോ യു ബൈ ഡോ എക്സ് എന്താണ്? എ വൈ മൈനസ് 2xy മൈനസ് വൈ സ്ക്വയർ ആണ്. ഡോ യു ബൈ ഡോ വൈ എന്താണ്? ഡോ യു ബൈ ഡോ വൈ വിത്ത് റെസ്പെക്ട് വൈ വരുമ്പോഴത്തേക്ക് എ എക്സ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2xy. ഇവിടെ നിന്നാണ് ആറും എസും ടിയും കണ്ടുപിടിക്കേണ്ടത്. ആർ എന്താണ്? ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ. ആർ ഈക്വൽ ടു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ആണ്. അപ്പൊ എന്ത് വരും? വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുമ്പോഴത്തേക്ക് മൈനസ് 2y അല്ലേ? ഈ ഡോ യു ബൈ ഡോ എക്സിന് എഗെയിൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇവിടെ എക്സ് ഇല്ല, ഇവിടെയും എക്സ് ഇല്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പൊ മൈനസ് 2y. എസ് എന്താണ്? ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ ആണ്. ഡോ യു ബൈ ഡോ എക്സിന് ഒരിക്കൽ കൂടെ വൈക്കാണ്. എ വൈക്ക് എ മൈനസ് 2xyക്ക് മൈനസ് 2x മൈനസ് വൈ സ്ക്വയറിന് മൈനസ് 2y. ആറും എസും കണ്ടുപിടിച്ചു. ഈ ടി കൂടെ ആണ്. ടി എന്താണ്? ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ആണ്. അതായത് ഇതിനെ ഒരിക്കൽ കൂടെ വൈക്ക്. ഇവിടെ വൈ ഇല്ല, ഇവിടെ വൈ ഇല്ല, ഇവിടെ മാത്രമേ വൈ ഉള്ളൂ. അപ്പൊ മൈനസ് 2x. ആറും എസും ടിയും എല്ലാം കണ്ടുപിടിച്ചു. ഇനി അടുത്ത് എന്ത് വേണം? ആർ ടി മൈനസ് എസ് സ്ക്വയർ. ആർ ടി മൈനസ് എസ് സ്ക്വയർ എന്ത് വരും? ആർ ടി മൈനസ് എസ് സ്ക്വയർ മൈനസ് 2yയും മൈനസ് 2xും കൂടെ 4xy
മൈനസ് എസിന്റെ സ്ക്വയർ എ മൈനസ് 2x മൈനസ് 2y ദ ഹോൾ സ്ക്വയർ. ഇനി എന്ത് ചെയ്യണം? ഈ ഓരോ പോയിന്റ്സ് ആണ് കൊടുത്തു നോക്കണം. 4 പോയിന്റ്സ് ഇല്ലേ? 0 0 a 0 0 a/3 a/3 ഈ 4 പോയിന്റ്സ് ഇതിനകത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ആദ്യം കൊടുക്കാം അറ്റ് 0 0 0 0 കൊടുത്താൽ നമ്മുടെ RT മൈനസ് എസ് സ്ക്വയർ എന്താണ്? 0 0 കൊടുക്കുമ്പോഴത്തേക്ക് 0 ഇത് 0 0 0 ഇവിടെ ഒരു എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണ്. മൈനസ് എ സ്ക്വയർ എന്തായാലും നെഗറ്റീവ് ആണ്. എയുടെ സ്ക്വയർ പോസിറ്റീവ് ആണ്, മൈനസ് എ സ്ക്വയർ എന്തായാലും നെഗറ്റീവ് ആണ്. അപ്പൊ ഈ പോയിന്റ് എന്താണ്? 0 0 ഈസ് എ സാഡിൽ പോയിന്റ്. 0 0 ഈസ് എ സാഡിൽ പോയിന്റ്. അതിന്റെ കാര്യമാണ്. അടുത്ത പോയിന്റ് കൊടുക്കാം അറ്റ് എ 0 എ 0 കൊടുക്കുമ്പോൾ RT മൈനസ് എസ് സ്ക്വയർ എന്താണ്? എക്സിനാണ് എ, വൈക്കാണ് 0. എക്സിന് എ, വൈക്ക് 0 കൊടുക്കുമ്പോൾ ഇവിടെ 0. അടുത്തെന്താണ്? ഇവിടെ ഒരു മൈനസ് ഉണ്ട്. എ മൈനസ് എക്സിന് 0, വൈക്ക് നമ്മൾ എ എന്ന് കൊടുക്കും അല്ലേ? അല്ല, എക്സിന് എ വൈക്ക് 0, അപ്പം 2a എ മൈനസ് 2a ദ ഹോൾ സ്ക്വയർ. എന്താണ്? മൈനസ് എ ദ ഹോൾ സ്ക്വയർ. മൈനസ് എ സ്ക്വയർ തന്നെയാണ്, നെഗറ്റീവ് ആണ്. എ 0 ഈസ് ആൾസോ എ സാഡിൽ പോയിന്റ്. എ 0 ഈസ് എ സാഡിൽ പോയിന്റ്. അടുത്ത പോയിന്റ് കൊടുത്ത് നോക്കാം അറ്റ് 0a 0a വരുമ്പോൾ RT മൈനസ് എസ് സ്ക്വയർ എന്താണ്? ഇത് 0 ആണ്. മൈനസ് എ മൈനസ് എക്സിന് 0 ആണ്, വൈക്കാണ് എ. ഇപ്പൊ 2a ദ ഹോൾ സ്ക്വയർ അതും മൈനസ് എ സ്ക്വയർ തന്നെയാണ്, ലെസ് ദാൻ 0 ആണ്. 0a ഈസ് ആൾസോ എ സാഡിൽ പോയിന്റ്. 0aയും സാഡിൽ പോയിന്റ് ആണ്. അപ്പം 3 സാഡിൽ പോയിന്റ് കിട്ടിക്കഴിഞ്ഞു. ഇനി ഒരു പോയിന്റും കൂടെ ഉള്ളൂ. 3 പോയിന്റ് കിട്ടി, 3ഉം സാഡിൽ പോയിന്റ് ആണ്. ഇനിയുള്ള ഒരു പോയിന്റ് എന്താണെന്ന് നോക്കാം. അടുത്ത പോയിന്റ് എന്താണ്? a/3 a/3 അറ്റ് a/3 നമ്മുടെ RT മൈനസ് എസ് സ്ക്വയർ എന്താണ്? 4 എക്സിന് a/3 വൈക്കും a/3 മൈനസ് എ മൈനസ് 2 എക്സിന് a/3 വൈക്കും a/3 ദ ഹോൾ സ്ക്വയർ. എന്ത് വരും? 4a സ്ക്വയർ ബൈ 9 മൈനസ് എ മൈനസ് 2a/3 മൈനസ് 2a/3 ദ ഹോൾ സ്ക്വയർ എന്നാണ്. അതായത് 4a സ്ക്വയർ ബൈ 9 മൈനസ് ഇവിടെ എന്ത് വരും? ഒരു 3 LCM ആയിട്ട് എടുത്താൽ ഇവിടെ 3a മൈനസ് 2a മൈനസ് 2a ദ ഹോൾ സ്ക്വയർ ആണ്. അതായത് 4a സ്ക്വയർ ബൈ 9 മൈനസ് ഇവിടെ എന്ത് വരും? 3a മൈനസ് 2a എ മൈനസ് 2a മൈനസ് എ സ്ക്വയർ ബൈ 9 ആണ് വരുന്നത്. എ സ്ക്വയർ ബൈ 9 അപ്പൊ എന്ത് വരും? 3a സ്ക്വയർ ബൈ 9 ആണ്. അതായത് എ സ്ക്വയർ ബൈ 3 ആണ് കിട്ടുന്നത്. എ സ്ക്വയർ ബൈ 3 എന്ത് പോയിന്റ് ആണ്? എ സ്ക്വയർ ബൈ 3 എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആണ്. എ സ്ക്വയർ ബൈ 3 എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആണ്, ആൾവേസ് ഗ്രേറ്റർ ദാൻ 0. അപ്പൊ എന്ത് കിട്ടി? നമ്മുടെ അറ്റ് a/3 RT മൈനസ് എസ് സ്ക്വയർ എന്ത് കിട്ടി? എ സ്ക്വയർ ബൈ 3 ആണ്, അത് ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടി. അപ്പൊ ഈ പോയിന്റ് മാക്സിമയോ മിനിമയോ എന്തോ ആണ്. അപ്പൊ അതിന്റെ നമ്മൾ ചെക്ക് ചെയ്യും. 6 കൂടെ നോക്കണം. 6 എന്താണ്? 6 എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടായിരുന്നു ഇവിടെ? മൈനസ് 2y അല്ലേ? 6 എന്ന് പറഞ്ഞാൽ മൈനസ് 2y. പോയിന്റ് a/3 ആണ്. അപ്പൊ എന്ത് വരും? മൈനസ് 2a/3 എന്ന് കിട്ടും. ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇത് കാണുമ്പോൾ നെഗറ്റീവ് ആയിട്ട് തോന്നും, എന്നാലും ഡിപ്പെൻസ് അപ്പോൺ എ ആണ്. ഡിപ്പെൻസ് അപ്പോൺ എ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ എ എന്നുള്ള വാല്യൂ പോസിറ്റീവ് വരാം നെഗറ്റീവ് വരാം അല്ലേ? ഇത് കാണുമ്പോൾ നെഗറ്റീവ് ആയിട്ട് തോന്നുമെങ്കിലും ഡിപ്പെൻസ് അപ്പോൺ എ ആണ്. ഈ എ എന്നുള്ള വാല്യൂ നെഗറ്റീവ് വരാം പോസിറ്റീവ് വരാം. എ എന്നുള്ള വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ഇത് ഗ്രേറ്റർ ദാൻ 0 അല്ലേ? ഗ്രേറ്റർ ദാൻ 0 ഇഫ് എ നെഗറ്റീവ് അല്ലേ? എ നെഗറ്റീവ് ആണെങ്കിൽ ഈ പോയിന്റ് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഈ മൈനസ് 2a/3
ലെസ് ദാൻ 0 നെഗറ്റീവ് പറഞ്ഞാൽ എപ്പോഴാണ്? ഇഫ് എ പോസിറ്റീവ് ആണെങ്കിൽ ഈ -2a/3 നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം? അതായത് ഈ എ എന്നുള്ള വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ, ഇഫ് എ ഈസ് നെഗറ്റീവ്, ഈ എ എന്നുള്ള വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ ആ പോയിന്റ് a/3 ഈ എ എന്നുള്ള വാല്യൂ നെഗറ്റീവ് ആണെങ്കിലാണ് ഗ്രേറ്റർ ദാൻ 0 വരുന്നത്. അപ്പൊ a/3 എന്താണ്? മിനിമം പോയിന്റ് ആയിരിക്കും. എ എന്നുള്ള വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ഈ a/3 ഈസ് എ മിനിമം പോയിന്റ്. അല്ലേ? ഇനി അടുത്തെന്താണ്? ഈ എ എന്നുള്ള വാല്യൂ പോസിറ്റീവ് ആണെങ്കിലോ? ഇഫ് എ ഈസ് പോസിറ്റീവ്, എ പോസിറ്റീവ് ആണെങ്കിൽ എന്താണ്? നമ്മുടെ a/3 അപ്പൊ ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ ലെസ് ദാൻ 0 വരും. അപ്പൊ a/3 മാക്സിമം പോയിന്റ് ആണ്, ഈസ് എ മാക്സിമം പോയിന്റ്. അപ്പൊ എന്താണ്? നമുക്ക് ആകെ ഒരു പോയിന്റ് മാത്രമേ സാഡിൽ പോയിന്റ് അല്ലാതെ ഉള്ളൂ. 4 പോയിന്റ്സ് കിട്ടിയെങ്കിലും 4 സ്റ്റേഷനറി പോയിന്റ്സ് കിട്ടി. പക്ഷെ 3 സ്റ്റേഷനറി പോയിന്റ്സും സാഡിൽ പോയിന്റ്സ് ആണ്. മിച്ചമുള്ള a/3 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് നമുക്ക് 2 കേസ് കിട്ടി. എന്താണ്? എ നെഗറ്റീവ് ആണെങ്കിൽ a/3 മിനിമം പോയിന്റ് ആണ്. എ പോസിറ്റീവ് ആണെങ്കിൽ a/3 മാക്സിമം പോയിന്റ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ ആയി. ഓക്കെ. Next question is, locate our relative maxima, relative minima and saddle points if any for the function x² plus 2x plus y minus e raised to y. തന്നിരിക്കുന്ന ഫംഗ്ഷൻ u എന്ന് പേര് കൊടുക്കാം. u equal to x² plus 2x plus y minus e raised to y. അടുത്ത് എന്താണ് വേണ്ടത്? dou u by dou x. dou u by dou x എന്ത് വരും? 2x plus 2. dou u by dou y എന്താണ്? 1 minus x² 0, y 2x 0, y ക്ക് 1, e raised to y ക്ക് e raised to y തന്നെ. അപ്പൊ എന്താണ് കിട്ടി? dou u by dou x ഉം dou u by dou y ഉം കിട്ടി. അടുത്ത് എന്ത് ചെയ്യണം? ഇത് രണ്ടും 0 കൊടുക്കുക. put dou u by dou x equal to 0 and dou u by dou y equal to 0. അപ്പൊ എന്ത് വരും? 2x plus 2 equal to 0 ആണ്. അപ്പൊ x equal to -1 എന്നൊരു പോയിന്റ് കിട്ടും. ഇവിടെ എന്താണ്? 1 minus e raised to y equal to 0 ആണ്. അപ്പൊ e raised to y equal to 1 ആണെങ്കിൽ y എന്താണ്? 0. e raised to 0 അല്ലേ 1. അപ്പം y ക്ക് 0 ആണ് കിട്ടുന്നത്. അപ്പൊ ഒരു പോയിന്റേ കിട്ടിയുള്ളൂ. അതെന്താണ്? -1 0 ഈസ് എ സ്റ്റേഷനറി പോയിന്റ്. ഒരു പോയിന്റേ കിട്ടിയുള്ളൂ. അത് -1 0 ഈസ് എ സ്റ്റേഷനറി പോയിന്റ്. ഇനി എന്ത് നോക്കണം? ഈ പോയിന്റ് എന്താണെന്ന് നോക്കണ്ടേ? മാക്സിമം പോയിന്റ് ആണോ, മിനിമം പോയിന്റ് ആണോ, സാഡിൽ പോയിന്റ് ആണോ എന്നൊക്കെ നോക്കണം. അതിനുവേണ്ടി എന്ത് നോക്കണം? ആറും എസും ടിയും കണ്ടുപിടിക്കണം. ആറും എസും ടിയും. ആർ എന്താണ്? dou² u by dou x² ആണ്. അതായത് 2 എന്ന് കിട്ടും. എസ് എന്താണ്? dou² u by dou x dou y ആണ്. ഇതിന് ഒരിക്കൽ കൂടെ yക്ക് 0. ടി എന്താണ്? dou² u by dou y² ആണ്. ഇതിന് ഒരിക്കൽ കൂടെ yക്ക് 1ന് 0 മൈനസ് e raised to y ക്ക് മൈനസ് e raised to y. ഇനി എന്താണ്? rt മൈനസ് s സ്ക്വയർ. rt മൈനസ് s സ്ക്വയർ എന്ത് വരും? ആറും ടിയും കൂടെ എന്ത് ചെയ്യുമ്പോഴത്തേക്ക് -2 e raised to y മൈനസ് 0 സ്ക്വയർ അല്ലേ? അതായത് -2 e raised to y എന്ന് കിട്ടും. e raised to വാല്യൂ എപ്പോഴും പോസിറ്റീവ് വാല്യൂ ആണ്. e raised to വാല്യൂ ഒരിക്കലും നെഗറ്റീവ് വാല്യൂ വരില്ല. അപ്പൊ -2 e raised to y എന്താണ്? എപ്പോഴും നെഗറ്റീവ് തന്നെയാണ്. ലെസ് ദാൻ 0 ആണ് അല്ലേ? rt മൈനസ് s സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെസ് ദാൻ 0 ആണ്. അപ്പൊ ഈ പോയിന്റ് എന്താണ്? സാഡിൽ പോയിന്റ്. -1 0 ഈസ് എ സാഡിൽ പോയിന്റ്. അപ്പൊ ഒരു പോയിന്റേ കിട്ടിയുള്ളൂ. ആ പോയിന്റ് എന്താണെന്ന് കിട്ടി? സാഡിൽ പോയിന്റ് ആണെന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ലൊക്കേറ്റ് our relative extrema and saddle points of f of xy equal to y² plus xy plus 4y plus 2x plus 3. തന്നിരിക്കുന്ന ഫംഗ്ഷൻ നമുക്ക് u എന്ന് പേര് കൊടുക്കാം. u equal to y² plus xy plus 4y plus 2x plus 3. എന്ത് കാണണം? dou u by dou x. dou u by dou x എന്ത് വരും? വിത്ത് റെസ്പെക്ട് x ആണ്. അപ്പൊ ഇവിടെ ഇല്ല. ഇവിടെ എന്ത് വരും?
വൈ പ്ലസ് 2 എന്ന് കിട്ടും. ഡോ യു ബൈ ഡോ വൈ കാണാം. വിത്ത് റെസ്പെക്ട് വൈ ആണ്. വൈ സ്ക്വയറിന് 2y, എക്സ് വൈക്ക് എക്സ്, 4y ക്ക് 4. ഇനി വൈ ഇല്ല. അടുത്തെന്താണ്? രണ്ടും 0 കൊടുക്കാം. ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു 0 കൊടുക്കും. എന്ത് വരും? ആൻഡ് ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു 0. അപ്പൊ എന്താണ്? y പ്ലസ് 2 ഈക്വൽ ടു 0, അതായത് y ഈക്വൽ ടു -2. അടുത്ത് പറഞ്ഞ 2y പ്ലസ് എക്സ് പ്ലസ് 4 ഈക്വൽ ടു 0. അപ്പൊ എന്താണ്? 2y, yക്ക് -2 കൊടുക്കാമല്ലോ. -4 പ്ലസ് എക്സ് പ്ലസ് 4 ഈക്വൽ ടു 0 ആണ്. -4 പ്ലസ് 4 വെട്ടിപ്പോയിട്ട് എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പൊ ഒരു പോയിന്റേ കിട്ടിയുള്ളൂ. 0 -2 ഈസ് എ സ്റ്റേഷനറി പോയിന്റ്. ഒരു പോയിന്റേ കിട്ടിയുള്ളൂ. 0 -2 ഈസ് എ സ്റ്റേഷനറി പോയിന്റ്. ഇനി ഈ പോയിന്റ് എന്താണെന്ന് നോക്കണമല്ലോ. അതിനുവേണ്ടി എന്ത് വേണം? ആറും എസും ടിയെ കണ്ടുപിടിക്കാം. ആറും എസും ടിയും എന്താണ്? ആർ എന്ന് പറയുന്നത് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ആണ്. ഡോ യു ബൈ ഡോ എക്സിന് എഗൈൻ വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യാനായിട്ട് അവിടെ എക്സ് ഇല്ല, 0. എസ് എന്താണ്? ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ ആണ്. ഈ ഡോ യു ബൈ ഡോ എക്സിന് എഗൈൻ വിത്ത് റെസ്പെക്ട് വൈ ആണ്. അപ്പൊ അവിടെ 1 ഉണ്ട്. അടുത്ത് ടി എന്താണ്? ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ആണ്. ഡോ യു ബൈ ഡോ വൈന് എഗൈൻ വിത്ത് റെസ്പെക്ട് വൈ 2 കിട്ടും. ആർ ടി മൈനസ് എസ് സ്ക്വയർ നോക്കിക്കേ. ആറും ടിയും കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ 0 മൈനസ് എസ് സ്ക്വയർ -1 ആണ്. ആർ ടി മൈനസ് എസ് സ്ക്വയർ നെഗറ്റീവ് എന്നാൽ എന്താണ്? പോയിന്റ് ഈസ് എ സാഡിൽ പോയിന്റ് ലെസ് ദാൻ 0. അപ്പൊ കിട്ടിയ പോയിന്റ് എന്താണ്? 0 -2 ഈസ് എ സാഡിൽ പോയിന്റ്. ഓക്കെ. ഇപ്പൊ മാക്സിമം മിനിമം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. ഇതിൽ നിന്ന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ കിട്ടുന്നതാണ്. 5 ക്വസ്റ്റ്യൻ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യും. ഇനി ഒരു 5 ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.